സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമായിട്ട് ഘോഷിക്കപ്പെടുന്നത് ഒരു സമാധിയാണ്. തന്റെ മരിച്ചുപോയ ആ പ്രിയതമയ്ക്ക് വേണ്ടി ഒരു ചക്രവർത്തി പണിത താജ്മഹാൾ എന്ന് പറയുന്ന ആ വലിയ വെൺകല്ലിലെ സമാധി. ചരിത്രത്തിൽ ഒരിടത്തും ഉണ്ടാവില്ല ഇങ്ങനെ മരിച്ചവർക്ക് വേണ്ടി ഇത്രയും പ്രിയപ്പെട്ട, ഇത്രയും ഭംഗിയുള്ള ഒരു സ്മാരകം. പിരമിഡുകൾ പോലും അല്ല, പിരമിഡുകളൊന്നും നിലനിൽക്കുന്നതിന്റെ ഭംഗിയുടെ പേരിലല്ല. ഇത് വല്ലാത്തൊരു ആർട്ട് വർക്കാണ്. വല്ലാത്ത 20 വർഷക്കാലം നീണ്ടിരുന്നു അതിന്റെ പണിക്ക് വേണ്ടി. ആയിരക്കണക്കിന് പണിക്കാർ പ്രതിഭടങ്ങൾ അറിയാതെ ഇങ്ങനെ ആ പണിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും വളരെ കൗതുകരമായൊരു കാര്യമുണ്ട്. മുംതസാണ് ഈ മരിച്ച സ്ത്രീ. ഷാജഹാൻ അവളുടെ പുരുഷൻ. അവർക്കൊരു മകളുണ്ട്, ജഹനാർ എന്ന് പറഞ്ഞുകൊണ്ട്. കുറച്ചിങ്ങനെ എഴുത്തിലും മിസ്റ്റിസിലും ഒക്കെ താല്പര്യം ഉണ്ടായിരുന്ന സ്ത്രീയായിട്ടാണ് അവൾ ഗണിക്കപ്പെടുന്നത്. അവളുടെ കുറിപ്പുകൾ കളക്ട് ചെയ്യപ്പെട്ടിട്ട് നമുക്ക് അതിന്റെ വിവർത്തനങ്ങളൊക്കെ ഇപ്പൊ ഭാഷയിലും ലഭിക്കുന്നുണ്ട്. ജഹനാർ എന്നാണ് പേര് ഞാൻ സൂചിപ്പിച്ചു. അവളുടെ കുറിപ്പിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ കബറിന് മീതെ നിങ്ങളൊരു കല്ല് പോലും വെക്കരുത്. വേണമെങ്കിൽ കുറച്ച് പുല്ല് പാകുക. പിന്നെ ആ പുല്ല് വളരുമ്പോൾ പ്രാക്കൾക്ക് തിന്നാനായിട്ട് വേണമെങ്കിൽ കുറച്ച് ഗോതമ്പണികളാവാം. താജ്മഹാള് അമ്മയ്ക്ക് വേണ്ടി പണിത ഒരു ദേശത്ത് ആ അമ്മയുടെ മകള് മീതെ കല്ല് വെക്കരുതെന്ന് പറയുന്നതിന്റെ പൊരുൾ എന്താ? അവൾ വെറുതെ ഇതിന്റെയൊക്കെ ആ ഫലശൂന്യത ഓർക്കുക, ഇതിന്റെയൊക്കെ ആഴമില്ലായ്മയും ഈ കാമ്പില്ലായ്മയും ഓർക്കുക. ഇതിനകത്തൊന്നും കഥയില്ല നമുക്ക് മനസ്സിലാവുക. കാരണം ഈ 20 വർഷം ഇത്രയും പണിക്കാർ ഈ കഠിനമായ ശ്രമത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് പണിയാനായിട്ട് കൽപ്പിച്ച തൻ്റെ അച്ഛൻ കടന്നു പോകുന്ന ഭംഗിയില്ലാത്ത ജീവിതത്തെ അവൾ കണ്ടോളൂ. ഒത്തിരി സ്ത്രീകളിലൂടെ അയാളുടെ ജീവിതം കടന്നു പോവുകയാണ്. തൻ്റെ ജീവിതത്തിൽ നിന്ന് കടന്നുപോയ പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി ഒരു 6 മാസക്കാലം പോലും ജപിച്ചോ തപിച്ചോ ഭാരപ്പെട്ടോ ഇരിക്കാനായിട്ട് കെൽപ്പില്ലാത്ത മനുഷ്യൻ പണിത താജ്മഹാൾ.